ശ്രീ ഷിഹാബ് കൂടി ചേരുന്നുണ്ട്. ഷിഹാബ് അവിടുത്തെ CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. ഷിഹാബ്, അതിക്രൂരമായ കൊലപാതക പരമ്പരയുടെ തന്നെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പല രീതിയിൽ പല വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത്? ഞാൻ ആ സമയം പോലീസ് വന്ന സമയത്ത് പോലീസ് വന്നാണ് ഇവിടെ അറിയുന്നത്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞത് തന്നെ പോലീസ് വന്നതിന് ശേഷമാണ്. ഈ പാർട്ടി പരമ്പര ചെയ്തതിന് ശേഷം ഈ വ്യക്തി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ നാട്ടുകാർ തന്നെ അറിയുന്നത് ഈ കേസ്. ഇങ്ങനെ ഈ ആദ്യം ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവന്നാണ് പ്രശ്നമെന്നാണ് തോന്നുന്നത്. അത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഈ പയ്യൻ വേറെ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള കൂട്ടത്തിലൊന്നും നമുക്ക് അറിയില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ 4ാമത്തെ വീടാണ് എൻ്റെ വീട്. അങ്ങനെ ഒരു പ്രശ്നമുള്ള പയ്യനാണെന്ന് നമുക്കിതുവരെ അറിയില്ല. പക്ഷേ എന്ത് സംഭവിക്കണമെന്ന് അറിയില്ല. നേരെ അവൻ്റെ വാപ്പാടെ ഉമ്മയെ ആണ് ആദ്യം ആ കൊല ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വലിയപ്പായും വലിയമ്മായും ചുള്ളാള ഭാഗത്ത് പോയി അവരെയും കൊന്നതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് ഇവിടെ അതായത് ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ അറിയുമ്പോൾ കൂടിയാണ് ഇപ്പോൾ ഈ വരുന്ന ചില വിവരങ്ങളുണ്ടല്ലോ, ഈ പെൺകുട്ടിയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഇതൊക്കെയാണെങ്കിൽ തന്നെയും ആ പ്രതിയുടെ ഏറ്റവും അടുത്ത അമ്മയും സഹോദരനെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു പരിധിവരെ വിശ്വസനീയമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറം പിതാവിന്റെ സഹോദരനെയും പിതൃ സഹോദരന്റെ ഭാര്യയെയും 85 വയസ്സുള്ള മുത്തശ്ശിയും വരെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ആ കാരണങ്ങൾ മാറാൻ സാധ്യതയുണ്ടോ? എന്താ അറിയില്ല. അതാണോ സംഭവം? ഇത് ഇവൻ പുറത്ത് അങ്ങനെ പിള്ളേരുമായിട്ട് സഹകരണമൊന്നുമില്ല അപ്പൊ കുറെ വർഷങ്ങൾ കൊണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇനി വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോന്ന് അറിയില്ല. വേറെ ഡ്രഗ്സിന് മറ്റേ മയക്കുമരുന്നിനൊക്കെ അടിമയാണോന്ന് അറിയില്ല. അതൊക്കെ അല്ലേ തിരക്കിയാലും അറിയുന്നത്. അങ്ങനെ ഒരു വിഷയമേ ആ കുട്ടിയെ കുറിച്ച് ഇവിടെ പറയാനില്ല. പക്ഷേ ഇത് വളരെ മൃഗീയമായ ഒരു സംഭവമാണ്. ഇത് നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെ സാമ്പത്തികം ഉണ്ടായിരുന്നാലും ശരി, എന്തൊക്കെ വന്നാലും ഈ രീതിയിലുള്ള ഒരു കൊലപാതകം ന്യായീകരിക്കാൻ പറ്റുന്നതേ അല്ല ഇത്. ശരി, വളരെ നന്ദി. ശ്രീ ഷിഹാബാണ്, CPIM ബ്രാഞ്ച് സെക്രട്ടറിയാണ് പ്രതികരിച്ചത്. കൊലപാതകത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് പ്രദേശവാസികൾ എല്ലാവരും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതക പരമ്പരയുടെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ആദ്യം മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്നു, അതിനുശേഷം പിതാവിന്റെ സഹോദരൻ, പിതൃ സഹോദരന്റെ ഭാര്യ പിന്നീട് വീട്ടിലേക്ക് എത്തി മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മാതാവ് ഇപ്പോൾ ഗുരുതര പരിക്കേറ്റ ചികിത്സയിലാണ്. ഒപ്പം തന്നെ അനുജൻ, പെൺസുഹൃത്ത് എന്നിവരെയാണ് 23-കാരൻ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.